ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞൊരു ദിവസം ഒരു പ്രിയ സഹോദരൻ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ നിന്ന് ചില സംശയങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് വളരെ നിഷ്പ്രയാസം വായിച്ച് മനസ്സിലാക്കത്തക്ക വിധത്തിലാണല്ലോ ആ വചനഭാഗം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആരോ തന്നോട് ഇതിനെക്കുറിച്ച് വളരെ മോശമായി ലോകത്തിലേക്ക് ഏറ്റവും വലിയ നികൃഷ്ടമായ ഒരു പ്രമാണം കൊടുത്തിരിക്കുന്ന യഹോവയാണെന്നും അത് മൃഗങ്ങളെക്കാൾ വളരെ താഴെയായിപ്പോയി എന്ന നിലവാരമാണ് ആ നിയമം കൊടുത്ത ആൾക്കും ആ നിയമത്തിനും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിശദീകരണം കൊടുത്തു ഫോണിലൂടെ. അദ്ദേഹം പറഞ്ഞു, പോരാ, ഇത് അനേകരിൽ കടന്നുകൂടിയ ഒരു ആശയമാണ്, അതുകൊണ്ട് പൊതുവിലേക്ക് ഒരു വിശദീകരണം ഇടുന്നതായിരിക്കും ശ്രോതാക്കൾക്ക് പ്രയോജനകരമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഞാൻ ആ പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വചനം, വിശേഷാൽ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്ന പ്രമാണം ആർക്കും എങ്ങനെയും വളച്ചൊടിക്കാം, ആരും പ്രതിഷേധിക്കാറില്ല. പിന്നെ സത്യവചനം ഗ്രഹിച്ചിരിക്കുന്നവർ സത്യവചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും വ്യാഖ്യാനിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ അവിടെ സത്യവചനം കൊണ്ട് ദുരുപദേശത്തെ ഖണ്ഡിക്കാറുണ്ട്. വിശേഷാൽ വേറിട്ട ചിന്തകളെന്നുള്ള ഈ വചന പഠന പരമ്പരയിൽ ഞാൻ വളരെ പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു സംഗതി അത് തന്നെയാണ്. പക്ഷെ ഒരു വ്യക്തിക്കെതിരെയല്ല, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനോ ജീവിതത്തിൽ വന്ന വീഴ്ചകൾക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അതിൻ്റെ ഭരണത്തിൽ വന്ന പാളിച്ചയോ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം അതൊക്കെ വിധിക്കേണ്ട ദൈവമാണ്. എന്നാൽ സത്യവചനത്തെ, സത്യപ്രമാണത്തെ വളച്ചൊടിക്കുന്നു എന്ന് കണ്ടാൽ പരമാവധി ഞാൻ അതിനെ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ പ്രിയ ഒരു ശ്രോതാവ്, വേറിട്ട ചിന്തകളുടെ ഒരു ശ്രോതാവ് എന്നെ വിളിച്ച് ഇങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് ഇത്തരം ഒരു വീഡിയോയ്ക്ക്, അതായത് ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന 3 തര ശിക്ഷ അല്ലെങ്കിൽ നിയമത്തിലൂടെ കടത്തിവിടുന്ന 3 തര സംഭവങ്ങളെ വചനത്തിലൂടെ ഒന്ന് വീക്ഷിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുൻപ് ഞാൻ പറയട്ടെ, എൻ്റെ ബാല്യകാലത്ത് ഞങ്ങളുടെ ദേശത്ത് നിരീശ്വരവാദികളുടെ ഒരു മീറ്റിംഗ് നടന്നുണ്ടായി. നിരീശ്വരവാദികളുടെ ഒരു ചോദ്യോത്തരവേള സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ അവിടെയും എനിക്ക് അത് പോയി എന്ന് കേൾക്കാനുള്ളൊരു അവസരം ലഭിച്ചു. അപ്പോൾ ഈ നിരീശ്വരവാദി സംഘടനകളുടെ വക്താക്കൾ അവിടെ ആദ്യം വിശുദ്ധ വേദപുസ്തകമാണ് അവിടെ മുൻപിൽ വെച്ചത്. എന്നിട്ട് ശ്രോതാക്കളോട് ചോദിച്ചു, ദൈവമുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ അവിടെ ഇരുന്ന ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു 95% ആളുകളും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രമാണ ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടി വന്നവരിൽ മിക്കവരും ക്രൈസ്തവരായിരുന്നു. അവർ പറഞ്ഞ്, ഞങ്ങളുടെ പ്രമാണ ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇതാണോ നിങ്ങൾ പറയുന്ന പ്രമാണം? അതെ. എന്നാൽ ഇതിനകത്ത് ഒരു സങ്കീർത്തനം തന്നെ 2 സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അതേതാ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. മിക്കവാറും ആളുകൾക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും ഒന്ന് തന്നെയാണ്. അത് 2 അധ്യായങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രോതാക്കളൊന്നും മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, ഈ പറയപ്പെടുന്ന കാര്യത്തിന് യാതൊരു മാറ്റവുമില്ല എന്ന് ഉറപ്പിച്ച് പറയാനാണ് 2 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത് ഒരേ സങ്കീർത്തനം. അതായത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നൊക്കെ യേശു പറഞ്ഞിട്ടില്ലേ? അതിന് നിങ്ങൾ അർത്ഥം കൽപ്പിക്കാറില്ലേ മാറ്റമില്ലെന്നാണെന്ന്? എന്നതുപോലെ ഈ ആശയത്തിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ഇത് 2 അധ്യായങ്ങളിൽ ഒരേ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ശരി, നമുക്ക് 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അദ്ദേഹം വായിപ്പിച്ചു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അവൻ ആരാണെന്ന് പറയുന്നത്? മൂഢൻ. അവൻ എന്തോ പറയുന്നത്? ദൈവമില്ലെന്ന്. അവൻ എവിടെ പറയുന്നത്?
തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ താൻ കൊടുക്കുന്ന വ്യാഖ്യാനം അറിയാമോ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒരു മൂഢന് പോലും അറിയാം ദൈവമില്ലെന്ന്. പക്ഷേ അവൻ മൂഢനായതുകൊണ്ട് അവനവൻ്റെ ഹൃദയത്തിലാണ് പറയുന്നത്, ഒച്ചയിൽ പറയുന്നുണ്ടെന്ന്. അപ്പോൾ അതിനേക്കാളൊക്കെ ഒരു ബുദ്ധിയുള്ള ഞങ്ങൾ, അറിവുള്ള ഞങ്ങൾ, മൂഢനല്ലാത്ത ഞങ്ങൾ അത് ഹൃദയത്തിലല്ല പറയുന്നത്, ഞങ്ങൾ ഒച്ചയിലാണ് പറയുന്നത്. എന്തോന്ന്? ദൈവമില്ല എന്ന്. എങ്ങനെയുണ്ട് വ്യാഖ്യാനം? ആർക്കും അവിടെ ഇരുന്ന് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ആ കൂട്ടത്തിൽ ബൈബിൾ വായിക്കുന്നവരാരും ഇരിപ്പില്ലായിരുന്നു. ഞാനോർത്ത് പോയി അന്നൊക്കെ എൻ്റെ പ്രായം ചെറുതായിപ്പോയി, ചിന്താശേഷിയൊക്കെ വളരെ കുറവായിപ്പോയി. ഇല്ലെങ്കിൽ രണ്ടാമത്തെ വാക്യമാണ് വായിപ്പിച്ചത്. രണ്ടാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ബുദ്ധിമാന്മാരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. അപ്പോൾ ബുദ്ധിമാന്മാർക്കറിയാം ദൈവം ഉണ്ടെന്ന്, മൂഢനറിയാം ദൈവം ഇല്ലെന്ന്. അതാണ് എൻ്റെ വ്യാഖ്യാനം. പക്ഷെ അവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താ? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ മൂഢനാ, അവന് പേടിയാണ്, അവന് ഭയമാണ് പറയാൻ, ഒച്ച പറയാൻ പേടിയാണ്. അതുകൊണ്ട് അവൻ ഹൃദയത്തിൽ പറയുന്നത് ദൈവമില്ല എന്ന്. പക്ഷേ ധൈര്യമുള്ള ഞങ്ങൾ, അല്ലാത്ത ഞങ്ങൾ, ചിന്താശേഷിയുള്ള ഞങ്ങൾ ഉച്ചത്തിൽ പറയും ദൈവമില്ല എന്ന്. അപ്പോൾ ഇത് ഒരു തരം വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞു വിധത്തിൽ ആരോ, വചനമറിയാത്ത ആരോ കൊടുത്തൊരു വ്യാഖ്യാനം കേട്ടിട്ടാണ് ആ ശ്രോതാവായ സഹോദരൻ എന്നെ വിളിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് പഠന വിധേയമാക്കുന്നത് വളരെ സിമ്പിൾ. സത്യത്തിൽ അതിനൊരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. നേരായി വ്യാഖ്യാനിച്ചാൽ, നേരായ ചിന്തയോടെ പഠിച്ചാൽ അതാരും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു വീഡിയോ ഞാനും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും ചിന്താശേഷി ഒരേപോലെ അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ വാക്യങ്ങളൊന്ന് വായിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയേറിയ ചില നിമിഷങ്ങൾ ഞാൻ ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കയറാം. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എത്ര ഭാഗ്യമാ! ആ ന്യായപ്രമാണത്തെ പോലെ ശ്രേഷ്ഠമേറിയൊരു പ്രമാണം ലോകത്തിലുണ്ടോ? ഞാൻ ചിന്തിച്ചു പോയി. ലോകത്തിൽ ഏറ്റവും നിലവാരം പുലർത്തുന്ന, ശ്രേഷ്ഠത പുലർത്തുന്ന ഒരു നിയമമുണ്ടെങ്കിൽ ദൈവം കൊടുത്ത പ്രമാണമാണ്. മാത്രമല്ല, ഈ ഒരു സംഘടനയുടെയൊക്കെ നിയമാവലി എഴുതുമ്പോൾ വേണ്ട, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ നിയമാവലി എഴുതുമ്പോൾ അതിനകത്തൊരു ക്ലോസ് ഉണ്ട്. രാജ്യത്തിൻ്റെ പുരോഗമനത്തിനു വേണ്ടി ആവശ്യമെന്ന് വന്നാൽ, ഇനി അല്ല ഒരു സൊസൈറ്റി ആണെങ്കിൽ സംഘത്തിൻ്റെ പുരോഗമനത്തിനു വേണ്ടി ആവശ്യമായി വന്നാൽ ഭരണപക്ഷത്തിൻ്റെ മൂന്നിൽ 2 ഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി നിയമാവലിക്ക് ഭേദഗതി വരുത്തുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അപ്പം നോക്കിക്കേ, ഈ ലോകത്തിൽ ജ്ഞാനികളും പണ്ഡിതന്മാരുമായവർ, നിയമജ്ഞരായവർ എഴുതിയുണ്ടാക്കുന്ന ഒരു നിയമാവലി അവരുടെ ചിന്തയിൽ അത് പെർഫെക്റ്റായി എന്ന് തോന്നിയത് കൊണ്ടാണ് ആ നിയമാവലി അവർ സാധൂകരിച്ചതും അതിനെ നിലനിർത്തുവാൻ ശ്രമിക്കുന്നതും. എന്നാൽ കാലത്തിൻ്റെ മാറ്റം വരുമ്പോൾ, സൊസൈറ്റിയുടെയോ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് ആവശ്യമെന്ന് തോന്നിയാൽ ഭരണപക്ഷത്തിൻ്റെ 2 ഭാഗം പിന്തുണയുണ്ടെങ്കിൽ ആ നിയമാവലിക്കും ഭേദഗതി വരുത്തുവാനുള്ള അവകാശം ആ നിയമാവലിയിൽ എഴുതി ചേർക്കാറുണ്ട്. അങ്ങനെ ഒട്ടുമിക്കാലും നിയമാവലികൾ തിരുത്തലിന് വിധേയമായിട്ടുമുണ്ട്. ചോദിക്കട്ടെ, അന്ന് എഴുതിയത് പണ്ഡിതന്മാരല്ലേ, അറിവുള്ളവരല്ലേ, വിദ്യാസമ്പന്നരല്ലേ, ജ്ഞാനികളല്ലേ? അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് മാറ്റം വന്നത്? ഇപ്പോഴത്തെ കാലത്തിൻ്റെ അനുസൃതമായി ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ടി വന്നു. എന്നാലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പ്രാചീന കാലത്ത്, വേണ്ട, മോശയുടെ കാലത്ത് യഹോവ എഴുതിക്കൊടുത്ത പ്രമാണത്തിന് ഇന്നുവരെയും ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. മാറ്റം വരുത്തേണ്ടി വന്നാൽ ചില വ്യവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്, ചില ആരാധനാ രീതികൾക്കും. ഉദാഹരണമായി ശബത്ത് എന്ന് പറയുന്നത് അത് ഇസ്രായേൽ ജനത്തിന് യഹോവ അടയാളമായി വെച്ചിരുന്നതാണ് ശബത്ത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ശബത്ത് ഇങ്ങനെ യേശു ശബത്തിൽ പോയില്ലേ, പള്ളിയിൽ പോയില്ലേ, അപ്പോസ്തലന്മാർ പോയില്ലേ. ഞാനൊരു വീഡിയോയിൽ എൻ്റെ വിശദീകരണം ചെയ്തിട്ടുണ്ട്. ഞാനൊരു പോയിൻറ്റിനകത്ത് കൂട്ടിച്ചേർക്കാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആ 4-ാം കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 6 ദിവസം അധ്വാനിക്കണം,
7-ാം ദിവസം വിശ്രമിക്കണം. 2 കാര്യങ്ങളാണ് പാലിക്കേണ്ടത്. ഒന്ന്, 6 ദിവസം അധ്വാനിക്കണം. 7-ാമത്തെ ദിവസം സ്വസ്ഥമായിരിക്കണം, വിശ്രമമായിരിക്കണം. അപ്പോൾ 6 ദിവസം അധ്വാനിച്ചവർക്കല്ലേ 7-ാം ദിവസം സ്വസ്ഥമായിരിക്കേണ്ട കാര്യമുള്ളൂ. 7 ദിവസവും വിശ്രമമായിരുന്നാൽ അതെന്തോന്നാ അതിനെ പറയുന്നത്? പണ്ട് ഞാൻ സിനിമയിലൊക്കെ പറഞ്ഞാന്ന് കേൾക്കുന്ന, ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ലീവ് എടുക്കാമെന്ന് പറയുന്ന പോലെ. എനിക്കറിയില്ല, ഞാൻ സിനിമ കാണാറില്ല, കണ്ടിട്ടുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം എന്നതുപോലെ ഈ 6 ദിവസം വേല ചെയ്യാനല്ലേ 7-ാം ദിവസം സ്വസ്ഥമായിരിക്കേണ്ട ആവശ്യമുള്ളൂ. യേശുവിൻ്റെ വേല എന്തായിരുന്നു? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ വേല. അത് എത്ര ദിവസം ചെയ്തു? 6 ദിവസം പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ചെയ്തത്. 7-ാം ദിവസവും യേശു തൻ്റെ വേലയാണ് ചെയ്തത്, തന്നെ ഏൽപ്പിച്ച്. ഒരു മേസ്ത്രി ആണെങ്കിൽ താൻ 6 ദിവസവും മേസ്ത്രിപ്പണി ചെയ്ത് 7-ാമത്തെ ദിവസവും മേസ്ത്രിപ്പണി ചെയ്യുന്നത് പോലെ, ഒരു കർഷകനാണെങ്കിൽ 6 ദിവസവും താൻ കൃഷിയിൽ അധ്വാനിച്ചിട്ട് 7-ാമത്തെ ദിവസവും അധ്വാനിക്കുന്നത് പോലെ, കൃഷി ചെയ്യുന്നത് പോലെ, യേശു 6 ദിവസം പിതാവിൻ്റെ ഇഷ്ടം ചെയ്തിട്ട് 7-ാമത്തെ ദിവസവും പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. അപ്പോൾ യേശു എവിടെയാണ് വിശ്രമിച്ചത്? ഒന്നുകിൽ യേശു ശബത്തിൽ വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 7 ദിവസവും യേശു വിശ്രമമായിരുന്നു. അതല്ല, യേശു തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി ചെയ്യുകയെന്നത് പറഞ്ഞാൽ അതേ ജോലി തന്നെ ശനിയാഴ്ചയും ചെയ്തു. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. ആ ഒറ്റ പോയിന്റ് മതി. ശബത്തിനെ കുറിച്ച് കർത്താവിൻ്റെ വീക്ഷണം, കർത്താവ് തന്നെ പറഞ്ഞല്ലോ, കർത്താവ് ശബത്തിന് കർത്താവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ചില ആചാരങ്ങൾക്ക് മാറ്റം വരുത്തി എന്നതല്ലാതെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന് കൊടുത്ത ന്യായപ്രമാണം എവിടം വരെയൊക്കെ ആണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ കാലം വരെ അതിനൊരു തിരുത്തലും വിധേയപ്പെടുത്തേണ്ടി വന്നില്ല. യോഹന്നാൻ വരെയായിരുന്നല്ലോ ന്യായപ്രമാണം. അതുവരെ ഒരു തിരുത്തലിനും വിധേയമാക്കേണ്ടി വന്നില്ല, പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത് അതിനെ തിരുത്തലല്ല വരുത്തിയത്, കർത്താവ് യേശുവിലൂടെ അയക്കപ്പെട്ടപ്പോൾ പുതിയ നിയമം സ്ഥാപിതമാകുവാൻ വേണ്ടി അത് യേശു സ്ഥാപിച്ചു. ഇവർ രണ്ടും 2 ഗണങ്ങളാണ്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും. അതിൻ്റെ വിശദീകരണം ഞാൻ കൂടെ ചേർക്കുന്നില്ല, അത് ആവശ്യമുള്ള വേണ്ടി വന്നാൽ അത് ഞാൻ എന്താണെന്ന് വിശദീകരിക്കാം. ഇപ്പോൾ നമുക്ക് നേരിട്ട് ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അതിനെക്കുറിച്ചുള്ള ആരോപണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നതുപോലെയാണ് വിവാഹം ചെയ്യാത്ത ഒരു കന്യകയെക്കുറിച്ചും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും ഒരു കന്യകയെക്കുറിച്ചും ഒരുവൻ്റെ ഭാര്യയായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഉള്ള 3 രീതിയിലുള്ള നിലപാടുകളും അവർ നേരിടുന്ന വിഷയങ്ങൾ ഒന്ന് തന്നെയാണെങ്കിലും അനുഭവിക്കുന്ന ശിക്ഷയും അതിൻ്റെ പിന്നിൽ വരുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തുള്ള അദ്ദേഹം പറഞ്ഞു, ഇത് പൊതുവായി ഒരു വീഡിയോ ആയിട്ട് അതിനൊരു എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് പഠിക്കുവാനും മനസ്സിലാക്കാനും കാരണമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്കതിൻ്റെ വിഷയഗൗരവത്തിലേക്ക് പ്രവേശിക്കാം. അതിലെ ആദ്യത്തെ ചിന്ത വരുന്നത് 22-ാം അധ്യായത്തിൻ്റെ, അതായത് ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അതിലതിപ്രധാനമായ ഭാഗങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്ന ശേഷം അവളെ വെറുത്ത്, ഞാൻ ഈ സ്ത്രീയെ പരിഗ്രഹിച്ച് അവളുടെ അടുക്കൽ ചെന്നാലെ അവളിൽ കന്യകലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കിയാൽ യുവതിയുടെ അമ്മയപ്പന്മാർ അവളുടെ കന്യകാലക്ഷണങ്ങൾ എടുത്ത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കൽ കൊണ്ടുവരണം. യുവതിയുടെ അപ്പൻ മൂപ്പനോട്, താൻ എൻ്റെ മകളെ ഈ പുരുഷന് ഭാര്യയായി കൊടുത്തു, എന്നാൽ അവന് അവളോട് അനിഷ്ടമായിരിക്കുന്നു. ഞാൻ നിൻ്റെ മകളിൽ കന്യകാലക്ഷണം കണ്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ മേൽ നാണക്കേട് ചുമത്തുന്നു. എന്നാൽ എൻ്റെ മകളുടെ കന്യകാലക്ഷണങ്ങൾ ഇതാ എന്ന് പറഞ്ഞ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പിൽ ആ വസ്ത്രം വിടർത്തണം. അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാർ ആ പുരുഷനെ പിടിച്ച് ശിക്ഷിക്കണം. അവൻ ഇസ്രായേലിൽ ഒരു കന്യകയുടെ മേൽ അപവാദം പറഞ്ഞുണ്ടാക്കിയതിനാൽ അവർ അവനെ കൊണ്ട് 100 വെള്ളിക്കാശ് പിഴ ചെയ്യിപ്പിച്ച് യുവതിയുടെ അപ്പന് കൊടുക്കണം. അവൾ അവന് തന്നെ ഭാര്യയായിരിക്കണം. അവന് തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. എന്നാൽ യുവതിയുടെ കന്യകാലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ അവർ യുവതിയെ അവളുടെ അപ്പൻ്റെ വീട്ടിന്
അപ്പൻ്റെ വീട്ടുവാതിക്കൽ കൊണ്ടുപോയി അവൾ ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ച് അപ്പൻ്റെ വീട്ടിൽ വെച്ച് വേശ്യാദോഷം ചെയ്യുക കൊണ്ട് അവളുടെ പട്ടണക്കാർ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇവിടെ പറയുന്നത് ഒരു കന്യകയായിരിക്കുന്ന സ്ത്രീയെ ഒരു ഭാര്യയായി കൊടുത്തു. ആരെയാ? കന്യകയായ സ്ത്രീയെ. അതിൻ്റെ നിലവാരം അതിൽ ആ വാക്കിൽ നിന്ന് വ്യക്തമാണല്ലോ. അവിടെ ചെന്നപ്പോൾ അവന് ബോധ്യപ്പെട്ടു ഇവൾ കന്യക അല്ല എന്ന് അവനൊരു തോന്നലുണ്ടായാൽ അവളെ ഉപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം അവനുണ്ട്. കാരണം മുൻപ് മറ്റൊരാൾക്ക് ഭാര്യയായിരുന്ന ഒരു സ്ത്രീയെയാണ് കന്യകയാണെന്നും പറഞ്ഞ് എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നത്. അതൊരു വഞ്ചനയാണ്. അതുകൊണ്ട് ആ ഒരു ധാരണ വെച്ചുകൊണ്ട് അവൻ അവളെ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തു. അത് സ്വാഭാവികമായിട്ടും മാന്യമായി ജീവിക്കുന്നൊരു പുരുഷന് അവകാശപ്പെട്ടൊരു തീരുമാനമാണ്. കാരണം തന്നെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ചെയ്തത്. കന്യകയല്ലാത്ത ഒരു സ്ത്രീയെ കന്യകയാണെന്നും പറഞ്ഞ് എനിക്ക് ഭാര്യയായി തന്നു, അത് എന്നെ കബളിപ്പിച്ചു. അതൊരാശയമാണല്ലോ വരുന്നത്. എന്നാൽ ഇവൻ ഉന്നയിക്കുന്ന ആ ഒരു വിഷയം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് തെളിയിക്കുവാൻ ചില സംഗതികളുണ്ട്. അതാണ് കന്യക ലക്ഷണമായിട്ട് പുരോഹിതൻ്റെ അടുക്കൽ ചെന്നെന്ന് പറയുന്നത്, മൂപ്പന്മാരുടെ അടുക്കൽ ചെന്നെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അല്ല, അവൾ കന്യകയായിരുന്നു എന്ന് തെളിയിക്കത്ത നിലയിൽ തെളിവുണ്ടായാൽ അവൻ ആ സ്ത്രീയെ അപമാനപ്പെടുത്തുകയാണ് ചെയ്തത്. മാന്യമായി ഒരു ജീവിച്ച സ്ത്രീയെ അവൾ വിവാഹത്തിന് മുൻപ് വഴിവിട്ട് ജീവിച്ചവളാണെന്നുള്ള അപമാനം അവളുടെ മേൽ പരത്തും. അങ്ങനെ പരത്തിയാൽ ആ സ്ത്രീക്ക് പിന്നീടൊരു ഭാവിയോ ജീവിതമോ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെ അവളെ ഭാര്യയായി എടുക്കണം. എന്നാൽ ഈ അപമാനം വരുത്തുവാൻ ശ്രമിച്ച് ഇവരെല്ലാം കൊണ്ടുവന്നതിൻ്റെ ശിക്ഷയായിരിക്കണം ഒരു 100 വെള്ളിക്കാശ് കൊടുക്കാൻ പറഞ്ഞ്. നമുക്കും അങ്ങനെയാണല്ലോ. നമ്മൾ വില കൊടുത്ത് മേടിച്ച ബൈക്കിൽ നമ്മൾ ടാക്സ് അടച്ച വണ്ടിയല്ല, റോഡ് ടാക്സ് നമ്മൾ അടച്ചതാണ്. നമ്മൾ ടാക്സ് അടച്ചു വാങ്ങിച്ച ബൈക്ക്, അതിൽ നമ്മൾ ടാക്സ് അടച്ച് വാങ്ങിച്ച ഇന്ധനം, എന്നിട്ട് നമ്മുടെ ജീവനെ പണയം വെച്ചുകൊണ്ട് നമ്മളതിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റും വെച്ചു അതിനകത്ത് അതിൻ്റെ വള്ളി സ്ട്രാപ്പ് മുറുക്കിയില്ല എന്നുള്ള കാരണത്താൽ വരെ ഫൈൻ നമുക്ക് വരിക. കാരണം എന്താ? അവരുടെ ജീവൻ പോയിട്ടാണോ? അതൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ ലംഘിച്ചെന്നുള്ള ശിക്ഷയാണ്. അതിനൊരു 1000 രൂപ ഫൈൻ വന്നു. ആ ഫൈനും അടച്ചിട്ട് നമ്മൾ കണ്ട് പോകുമ്പോൾ വേറൊരു വാഹനം നമ്മൾ ഇടിച്ച് വീഴ്ചാൽ നമുക്ക് അപകടം ഉണ്ടാകും. ഞാൻ ഫൈൻ അടച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അപകടത്തിന് കുറവൊന്നും വരത്തില്ല. അപകടം ഉണ്ടായാൽ തലയ്ക്ക് ക്ഷതം കേൾക്കും. അപ്പോൾ അവിടെ ഫൈൻ കൊണ്ട് ഒരിക്കലും നമ്മുടെ അപകടത്തെ സംരക്ഷിക്കപ്പെടുന്നില്ല. ഫൈൻ അടയ്ക്കുന്നത് ഇനി മേലിൽ നീ പണി ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഓർമ്മയാണ്. എന്നതുപോലെ ഇവിടെ ഈ ഒരു ശിക്ഷയായിട്ട് തന്നെയാണ് പിഴ അടപ്പിക്കുന്നത്. 100 രൂപ 100 വെള്ളിക്കാശ് അവനെ കൊണ്ട് അടപ്പിക്കുന്നത്. കാരണം അവൻ മാന്യമായ ഒരു സ്ത്രീയെക്കുറിച്ച് അപവാദം പറയുവാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് മറ്റൊരാൾക്കും ഇതൊരു തരമായി മാറരുത്. അതുകൊണ്ട് അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു ഭയമായി തീരണം. അതിനാണ് ശിക്ഷ കൊടുക്കുന്നത്. ഒരിക്കലും ഒരു ശിക്ഷ ഒരുവൻ്റെ കുറ്റത്തിൽ നിന്ന് അവനെ വിമുക്തനാക്കുന്നില്ല. ശിക്ഷ അവൻ ചെയ്ത തെറ്റിൻ്റെ പരിണിതഫലമായി അവന് ലഭിച്ച അവകാശപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ഇവിടെ വലിയ കാര്യമൊന്നും പറയാനൊന്നുമില്ല. മാന്യമായിട്ട് ജീവിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് അവൻ അപവാദം പറഞ്ഞുണ്ടാക്കി. അവൻ്റെ ചില തെറ്റിദ്ധാരണ, ആ അപവാദം പറഞ്ഞുണ്ടാക്കിയത് ഒരു പക്ഷേങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ നാളെ അയലോക്കാരോ നിൻ്റെ മോളെയും കൊണ്ട് അങ്ങോട്ട് പോയില്ലേ, ആ മൂപ്പൻ്റെ അടുക്ക് കൊണ്ടുകൊണ്ട് വന്നില്ലേ, അവളൊക്കെ എങ്ങനെ ജീവിതത്തിൽ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞ് യാഥാർത്ഥ്യം അറിഞ്ഞാൽ പോലും പൊക്കിപ്പിടിച്ച് അതിനെ കുത്തിപ്പിടിച്ചുകൊണ്ട് വന്ന് അപമാനിക്കുന്ന ആളുകളുണ്ടാകും. ഇവർ സമൂഹത്തിൽ കുറേ വേദന തിന്നേണ്ടി വരും. ആ പെൺകുട്ടിയും അതനുഭവിക്കേണ്ടി വരും. ഞാനത്ര മാന്യമായിട്ട് ജീവിച്ചതാണ്, എന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയത്തിൽ എന്നെക്കുറിച്ച് പേരുദോഷം ഉണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല. സംസാര ഭാഷയിൽ പറഞ്ഞ ഉള്ളി തൊണ്ട് പൊളിച്ചതുപോലെ. പക്ഷേ അയൽപക്കത്ത് കുറേ ആൾക്കാരുണ്ട്. എത്ര സത്യം എന്ന് വെച്ചാൽ അവർ അതിൽ നിന്ന് ഊരി വിടുവോ? വിടത്തില്ല. ഇവർ ജീവകാലം മുഴുവനും കുറേ പേരിൽ നിന്ന് ഈ കുത്തുവാക്ക് കേൾക്കണം. അപ്പോൾ അതൊക്കെ ഒരു പരിണിത ഫലങ്ങളാണ്, ദോഷമായിട്ട് വരുന്ന പരിണിത ഫലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റുള്ളവർക്കും ഇത് വരാതിരിക്കാൻ വേണ്ടി ഒരു ശിക്ഷ 100 വെള്ളിക്കാശ്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയല്ലോ. എത്ര വ്യക്തമാണ്.
ആ ഭാഗം ക്ലിയറായി. നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം 22-ാമത്തെ വാക്യമാണ്. ഒരു പുരുഷൻ്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇവിടെ പറയുന്നത് ഭാര്യ ആയ ഒരു സ്ത്രീ, അതായത് അവൾക്കൊരു ഭർത്താവുണ്ട്, ആ സ്ത്രീയോടുകൂടി മറ്റൊരുവൻ ശയിക്കുന്നത് കണ്ടാൽ അവരിരുവരെയും കൊല്ലണം. ഇങ്ങനെ വഷളത്വം ഇസ്രായേലിൽ നീക്കിക്കളയണം. ഞാൻ ചോദിക്കട്ടെ, ഇവർ രണ്ടുപേരും കൊന്നാൽ ഇസ്രായേലിൽ നിന്ന് വഷളത്വം നീങ്ങിപ്പോകുമോ? ഇനി അവിടെ സ്ത്രീയില്ലേ? ഇനിയും വേറെ പുരുഷന്മാരില്ലേ? പക്ഷേ ഇവരെ കൊല്ലുന്ന ഈ ശിക്ഷ ഭയന്നിട്ട് ഇനി ആരും ചെയ്യരുത്, അതാണ് ശിക്ഷ. ഇവർ ശിക്ഷിക്കാനുള്ള കാരണം എന്താ? ഈ സ്ത്രീയെ അവളുടെ ഒരു സമ്മതം ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവൾ എതിർക്കുന്നില്ല, ഇവൾ നിലവിളിക്കുന്നില്ല, എതിർക്കുന്നില്ല, ഒന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ അവൾ മറ്റൊരുവൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു ബോധം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ഭർത്താവിനോട് കാണിക്കുന്ന വഞ്ചന എന്നൊരർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കാതെ വിട്ടാൽ ഇനിയും അനേക സ്ത്രീകൾ ഇതിന് മുതിരും. അപ്പോൾ അത് സമൂഹത്തിൽ അധാർമികത വർദ്ധിക്കും. അതുകൊണ്ട് മറ്റൊരു പുരുഷനും ദോഷം വരുന്ന നിലയിൽ ചെയ്യുന്നത് ദൈവമുമ്പാകെയുള്ള തെറ്റൊന്ന്. ഇത് സമൂഹത്തെ ആണ് ഇത് വിധിക്കുന്നത്. ഇവിടെ 100 വെള്ളിക്കാശും 50 വെള്ളിക്കാശും കൊണ്ട് ദൈവത്തിനല്ല കൊടുക്കുന്നത്, അവരുടെ അപ്പനെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിതം എന്നുള്ള നിലയിലാണ് ഇത് സംസാരിച്ച് വരുന്നത്. അല്ലാതെ ആരും കണ്ടില്ലെങ്കിൽ ഇത് പാവമല്ല എന്നുള്ള രീതിയിലല്ല വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൾ ഒരുവൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവളുടെ സമ്മതം വരുമ്പോൾ അവളുടെ മനസ്സുകൊണ്ട് അവൾ ചെയ്യുന്ന ചതിയും വഞ്ചനയും അതിൻ്റെ പിന്നിൽ അത് വിലയിരുത്തിയിട്ടാണ് രണ്ടു പേർക്കും ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിനകത്ത് ഇപ്പോൾ അധികം വ്യാഖ്യാനമോ പഠനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ആര് ചെയ്താലും ആ കുടുംബത്തോടും സമൂഹത്തോടും ദൈവത്തോടും ചെയ്യുന്ന ഒരു അനീതിയാണ്. സമൂഹത്തോടെന്ന് പറഞ്ഞാൽ അവരെ ശിക്ഷിക്കാതെ വിട്ടാൽ സമൂഹത്തിൽ ഇനിയും പലരും അത് ചെയ്യാൻ മുതിരും. അപ്പോൾ അവിടെ ഒന്നും അധികം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഏതോ ഒരു വ്യക്തിക്കും, വായിക്കാൻ അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിൻ്റെ മൂന്നാമത്തെ ഗൗരവമേറിയ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. 23-24 വാക്യങ്ങളൊന്ന് വായിക്കാം. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടി ശയിച്ച യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായ്ക കൊണ്ടും പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായ്ക വരുത്തിയതും കൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണത്തിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇവിടെ പറയുന്നത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു യുവതി പട്ടണത്തിൽ വെച്ച് ഒരുവൻ അവളുമായി ശയിച്ചാൽ, ഇവിടെ പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായികയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവൾക്ക് ഈ പ്രവൃത്തിയോട് മനസ്സുകൊണ്ട് വിയോജിപ്പുണ്ടെങ്കിൽ ഇവൾ നിശ്ചയമായിട്ടും കിടന്ന് ബഹളമുണ്ടാക്കും, നിലവിളിക്കും, കരയും, ആൾക്കാർ ഓടിക്കൂടും, അവളെ രക്ഷിക്കും. അപ്പോൾ വേണമെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതവിടെയുണ്ട്. അതവളുടെ നിലവിളിയാണ്. അതവൾ ചെയ്യാത്തടത്തോളം കാലം അവളെ മനസ്സുകൊണ്ട് അവളെ അതിന് അനുകൂലപ്പെടുക ചെയ്തത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായിക കൊണ്ട് അവളോട് പറയടേ, നിനക്ക് വേണമെങ്കിലൊന്ന് ഒച്ച വെച്ചാൽ പോരായിരുന്നോ? ആൾക്കാർ ഓടിക്കൂടില്ലായിരുന്നോ? നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നോ? അപ്പോൾ അവൾ കരഞ്ഞില്ല. അതിൻ്റെ അർത്ഥം അവൾ മൗനമായിട്ട് അതിനെ സമ്മതിച്ചു. അതുകൊണ്ട് ഇരുവരെയും, കാരണം വേറൊരു നിഷ്കളങ്കനായൊരു മനുഷ്യൻ അവളെ വിവാഹം കഴിക്കാനിരിക്കുകയാണ്. ഈ സംഭവം ആരും അറിഞ്ഞിരുന്നിരിക്കട്ടെ. ആരും അറിഞ്ഞില്ല എങ്കിൽ വരുന്ന ദോഷമെന്നറിയാമോ? ഇതിന് ശേഷം അവൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ കന്യകാ ലക്ഷണം കണ്ടില്ല എങ്കിൽ അവിടെ ഗുലുമാനുണ്ടാകും, അവിടെ വിഷയമുണ്ടാകും. അപ്പൻ വലിയ കാര്യമായിട്ട് എനിക്ക് എൻ്റെ മകളെക്കുറിച്ച് അറിയാമെന്നും പറഞ്ഞതിൻ്റെ പൊക്കി പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ സംഭവം കന്യകാ ലക്ഷണം കണ്ടില്ലെങ്കിൽ അപ്പൻ്റെ കാര്യം പോക്കാം എന്ന നിയമം പറഞ്ഞിട്ടില്ല, ഞാനങ്ങോട്ട് പറയുക. മകളെക്കുറിച്ചുള്ള ആരോപണം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ
അവരുടെ ജീവിതം പോക്കാം. അപ്പോൾ അതുകൊണ്ട് ആ നിരപരാധിയായ മനുഷ്യൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന നിയുക്ത വരനായിരിക്കുന്നവൻ, അവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും അത് അവൻ്റെ ജീവിതത്തിൽ ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഈ സ്ത്രീയുടെ ആരെയും അറിയിക്കാതെ വിവാഹം കഴിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവർക്ക് പിന്നത്തേതിൽ ദോഷമായി ഭവിക്കാതിരിക്കേണ്ടതിന് ഇപ്പം തന്നെ അവളെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാലേ. അതിനകത്തെ തെറ്റ് ഒരുവനെ ചതിക്കാനോ, ഇതേപോലെ ഒരു സംഭവം ഒളിച്ച് ചെയ്തിട്ട് മറ്റവനെ ചതിക്കാനോ, നിയുക്ത വരനെ ചതിക്കാനോ അതിന് ദൈവം കൂട്ടി നിൽക്കണമെന്നാണോ പറയുന്നത്? യഹോവ അതിന് കൂട്ടി നിൽക്കണമെന്നാണോ? യഹോവ കൂട്ടി നിൽക്കാത്തത് കൊണ്ടാണ് യഹോവ മോശക്കാരനായി പോയത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. ഒന്നും കൂടി പറയാം. പട്ടണത്തിൽ വെച്ച് ചെയ്തു, അവളെ നിലവിളിച്ചില്ല, അവളെ അനുകൂലിച്ചു കൊടുത്തു, ഇതാരും അറിഞ്ഞില്ല. അവളെ എന്തിനാ കൊല്ലുന്നതെന്നാണോ ചോദ്യം? അതിനെ അവളെ ചെയ്യുന്ന ചതിക്ക് യഹോവ കൂട്ടി നിൽക്കണമായിരുന്നോ? യഹോവ ഇതിന് കൂട്ടി നിൽക്കുമ്പോഴാണ് യഹോവ നല്ലവനാകുന്നത്? അതോ കണ്ടാലും കണ്ടില്ലെങ്കിലും അവൾ മനസാക്ഷിയോട് വഞ്ചിച്ചത് കൊണ്ട് അവൾക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്ന യഹോവയാണോ ശ്രേഷ്ഠൻ? ഇതിലേത് യഹോവയാണ് വേണ്ടത്? വെറുതെ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നുള്ളൂ. ആ നിയുക്ത വരനായിരിക്കുന്ന യുവാവ് ഇത് അറിഞ്ഞില്ലെങ്കിലും അവനെ ചതിക്കരുത്. ഇതുപോലെ നീതിയുള്ള ദൈവം, യഹോവയാം ദൈവം വേറെ ഏതുണ്ട്? ഇതുപോലെ നീതിയോടെ പ്രവർത്തിക്കുന്ന, വിധിക്കുന്ന ഒരു ശ്രേഷ്ഠനായ ഒരു യഹോവ വേറെയുണ്ടോ? ഇതൊക്കെ ആദ്യം 53-ാം സങ്കീർത്തനത്തിൽ ദൈവമില്ലെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചതുപോലുള്ള വ്യാഖ്യാനമല്ലേ വരുന്നത്. നീതിയുള്ള യഹോവ പറയുക, അവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഇവളെ വെച്ച് പൊറുപ്പിക്കരുത്. ഇവൾക്ക് വേണമെങ്കിൽ കരയാമായിരുന്നല്ലോ, 10 ആളെ കൂട്ടാമായിരുന്നല്ലോ, ഇവയ്ക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ആ ഒരു പുരുഷന് എത്ര മാന്യതയുണ്ടാകുമായിരുന്നു. അവൻ പറയുമല്ലോ, എൻ്റെ സ്ത്രീ, എൻ്റെ നിയുക്ത വധുവായിരിക്കുന്നവൻ. പട്ടണത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. അവൾ അതിനെ നിലവിളിച്ച് ആളെ കൂട്ടി കയർത്ത് കിട്ടിയ സമയം ഉപയോഗിക്കാനല്ല നോക്കിയത്. അവൾ ബഹളം വെച്ച് കരഞ്ഞ് നിലവിളിച്ച് ആളെ വിളിച്ചു കൂട്ടി അവളോട് രക്ഷപ്പെട്ടു പോകുന്നു. ഇത്രയ്ക്കും മാന്യമായ ഒരു സ്ത്രീയാണ് എനിക്ക് ഭാര്യയായി കിട്ടിയതെന്ന് പറഞ്ഞ് അവൻ അഭിമാനിക്കാമല്ലോ. ഇത്രയ്ക്കും ശ്രേഷ്ഠനായ ഒരു ദൈവം, ഇത്രയ്ക്കും മാന്യമായി ജനത്തിന് നിയമം കൊടുത്തൊരു ദൈവം ഭൂമിയിൽ വേറെയുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ വേറെയുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് യഹോവയുടെ ന്യായപ്രമാണത്തെ രസിച്ചു കൊള്ളുക. യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ, രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത്രയ്ക്കും ശക്തമായ, വ്യക്തമായ, നിഷ്പക്ഷമായ, നിർമ്മലമായ ഒരു പ്രമാണം വേറെയുണ്ടോ? വ്യാഖ്യാനിച്ചിട്ട് ദുർബലമാക്കി കളയല്ലേ. അപ്പോൾ 4-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തൻ വയലിൽ വച്ച് കണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചാൽ പുരുഷൻ മാത്രം ശിക്ഷ അനുഭവിക്കണം. യുവതിയോടോ ഒന്നും ചെയ്യരുത്, അവൾക്ക് മരണയോഗ്യമായ പാപമില്ല. ഒരുത്തൻ കൂട്ടുകാരൻ്റെ നേരെ കയർത്ത് അവനെ കൊല്ലുവാൻ ചെയ്യുന്നത് പോലെ അത്രേ ഈ കാര്യം. വയലിൽ വച്ചല്ലോ അവൻ അവളെ കണ്ടെത്തിയത്. യുവതി നിലവിളിച്ചാലും അവളെ രക്ഷിപ്പാൻ ആളില്ലായിരുന്നു. ഇതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വിശദീകരിച്ചിട്ട് രണ്ടിലേക്ക് കിടക്കാം. ഇവിടെ പറയുന്നത്, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു യുവതി അവൾ വയലിൽ ചെന്നപ്പോൾ ഒരുവൻ കണ്ട് അവളെ ബലാത്കാരം ചെയ്തു. ആ പദം ശ്രദ്ധിക്കുക. ഇവിടെ മറ്റു 3 സംഭവങ്ങളിലും പ്രയോഗിക്കാത്തൊരു പദമാണ് ഇവിടെ ബലാത്കാരം ചെയ്യുക. അങ്ങനെ ബലാത്കാരം ചെയ്താൽ ഇവൾ വയലില്ല. ഇവൾ കരഞ്ഞിട്ടും വലിയ ഗുണമൊന്നുമില്ല, ആരും അവർ വരാനില്ല. ഏക്കർ കണക്കിന് വിശാലമായ വയൽ കിടക്കുക. ഇവളവിടെ കിടന്ന് കരഞ്ഞാൽ ആരും വരാനില്ല. പിന്നെ അവൾക്ക് വിധേയപ്പെട്ടു പോകുക എന്നുള്ള ഒരവസ്ഥയിൽ അവളായിപ്പോയി. പട്ടണത്തിലല്ല, മനസ്സിലാകും. പട്ടണത്തിൽ ആൾക്കൂട്ടം ഉള്ളിടത്തല്ല. ആൾക്കൂട്ടം ഉള്ളിടത്താണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവളെ കരയാതിരുന്നാൽ, നിലവിളിച്ചാതിരുന്നാൽ അവളുടെ മൗനസമ്മതമാണ്. ഇവിടെ ഈ പ്രമാണത്തിൽ എടുത്തു പറയുന്നുണ്ട്, ഒരുവനോട് കയർത്ത് അവനെ കൊല്ലുന്നതിന് തുല്യം. ചാകുന്നവന് ശിക്ഷ അനുഭവിക്കണോ? കൊല്ലുന്നവനല്ലേ ശിക്ഷയുള്ളൂ. എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ ശ്രേഷ്ഠ യഹോവയായ ദൈവം അതിനെ ഉദാഹരണ സഹിതം കൊടുത്തിരിക്കുന്നത്. ഒരുത്തണ്ട് കുത്തിക്കൊന്നു, കൊല്ലപ്പെട്ടവൻ എന്താ ശിക്ഷ? അവൻ കയർത്ത് വന്ന് കുത്തിയതല്ലേ. ഇതുപോലെ തന്നെയാണ് അവിടെ നിസ്സഹായയായ ഒരു യുവതി വയലില, തനി ഏകയാ, ബലാത്കാരം ചെയ്താൽ വന്നേ. കരഞ്ഞിട്ട് കാര്യമില്ല, കുതിരയോടാനുള്ള ആരോഗ്യമില്ല,
രക്ഷപ്പെടാനുള്ള പഴുതില്ല. അവൾ അതിന് വശംവദതയായി പോയാൽ അവളുടെ നിർമ്മല മനസ്സറിയുന്ന ദൈവം, അവളുടെ നിഷ്പക്ഷ മനസ്സറിയുന്ന ദൈവം, ഇത്ര ശ്രേഷ്ഠനായൊരു ദൈവം, യഹോവയാം ദൈവം അല്ലാതെ വേറെ ഏതുണ്ട്? ആ യഹോവയെ വികലമാക്കി കളയുന്ന, ഇത്രയ്ക്കും മനുഷ്യൻ്റെ അവസ്ഥയെ പോലും വിവരിക്കാതെ അവർ പെട്ടുകിടക്കുന്ന സാഹചര്യം എന്താണെന്ന് ഗ്രഹിച്ചറിയുന്ന ദൈവം ആണ് വിധി കൽപ്പിക്കുന്നത്. ഇത്രയ്ക്കും ശ്രേഷ്ഠനായ ഒരു ദൈവം വേറെ ഏതുണ്ട്? അപ്പോൾ അവളുടെ നിസ്സഹായക അവസ്ഥ അവൾ പറയുകയാണ്. എന്നിട്ട് പറയാണ്, അവളെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം പട്ടണവാതുക്കൾ വെച്ച് സംഭവിച്ചപ്പോൾ ഉണ്ടായത്, അവൾക്ക് നിലവിളിച്ചാളെ കൂട്ടാൻ സാഹചര്യം ഉണ്ടായിട്ടും അവളത് പ്രയോഗിച്ചില്ല. അവൾ മൗന അനുവാദത്തോടു കൂടി അതിനോട് യോജിച്ചു. എന്നാൽ ഇവിടെയാകട്ടെ, എത്ര കിടന്ന കരഞ്ഞാലും വരാൻ ആരുമില്ല. അതുകൊണ്ട് അവൾ സാഹചര്യത്തിൽ പെട്ടുപോയി. അവളുടെ ആ നിസ്സഹായ അവസ്ഥയിൽ അവൾ പെട്ടുപോയതിന് കുറ്റക്കാരിയല്ല എന്ന് പറയുന്ന നീതിമാനായ യഹോവയാം ദൈവത്തെ പോലെ ശ്രേഷ്ഠനായൊരു ദൈവം വേറെ ഇല്ല. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി കൂടെ നമുക്ക് വായിക്കാം. അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നത്, വിവാഹ നിശ്ചയം കഴിയാത്ത കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടി ശയിക്കുകയും അവരെ കണ്ടുപിടിക്കുകയും ചെയ്താൽ അവളോടുകൂടെ ശയിച്ച പുരുഷൻ യുവതിയുടെ അപ്പന് 50 വെള്ളിക്കാശ് കൊടുക്കണം. അവൾ അവൻ്റെ ഭാര്യയാകുകയും വേണം. അവൾക്ക് പോരായ്ക വരുത്തിയല്ലോ. അവന് തൻ്റെ ആയുഷ്കാലമൊക്കെയും അവളെ ഉപേക്ഷിച്ചുകൂടാ. ഇവിടെ പറയുന്നത്, വിവാഹ നിശ്ചയം കഴിയാത്ത കന്യകയായൊരു യുവതിയെ ഒരുത്തൻ കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടി ശയിക്കുക. ഇതും ബലാത്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അവളെ പിടിച്ച് എന്ന് പറഞ്ഞാൽ അവളുടെ സമ്മതത്തോടു കൂടിയല്ല, എന്നാൽ അവളെ പിടിച്ച് ആകട്ടെ. പക്ഷേ ബലാത്കാരം എന്നുള്ള പദം അത്രയ്ക്ക് കടുപ്പമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് അവൾക്കൊരര മനസ്സുണ്ടായിരുന്നെന്ന് വേണം വ്യാഖ്യാനിച്ചോ. എങ്കിലും താഴോട്ട് നമുക്ക് വായിക്കാം. അവളുടെ കൂടി ശയിച്ച പുരുഷൻ യുവതിയുടെ അപ്പന് 50 വെള്ളിക്കാശ് കൊടുക്കണം. അവൾ അവൻ്റെ ഭാര്യയാകുകയും വേണം. അവൾക്ക് പോരായ്ക വരുത്തിയല്ലോ. അവൻ തൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ. ഇതിനകത്ത് എന്താണ് തെറ്റ്? വിവാഹ നിശ്ചയം ചെയ്യാത്തൊരു യുവതിയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും പ്രോമിസ് ചെയ്തിട്ടില്ല. ആരുടെയും ഭാര്യയാകാൻ, ഇന്നയാൾക്ക് ഭാര്യയാകാൻ പോകുന്നുവെന്ന് നിശ്ചയിക്കപ്പെട്ടൊരു പെൺകുട്ടിയല്ല. അതേ മറിച്ച് വേറൊരുവന് നിശ്ചയിക്കപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ അത് അവന് പോരായ്ക വരുത്തും. ഇതാർക്കും വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. വളരെ ഫ്രീഡമുള്ളൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരുവനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ കഴിഞ്ഞാൽ അവൾക്ക് പോരായ്ക വരുത്തി അവളുടെ അപ്പനും അതൊരു അപമാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശിക്ഷയാണ്. അതായത് വീട്ടുകാരുമായിട്ട് ആലോചിക്കാതെ, വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട നടപടികൾ ചെയ്യാതെ അവർ തന്നെ സ്വയമായി ഭാര്യ ഭർത്താവായി വന്നു. ഇതാരും അറിയുന്നില്ല. വേണമെങ്കിൽ അവനിട്ടിട്ട് പോകാം. അവനിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പന് 50 വെള്ളിക്കാശ് കൊടുക്കുന്നത്. വില കൊടുക്കുന്നതല്ല. ഇതൊരു ശിക്ഷയാണ്. സമൂഹത്തിൽ വേറെ ആരും 50 വെള്ളിക്കാശ് ഇല്ലാത്തവൻ ഈ പണിക്ക് പോയാൽ, പണ്ടൊക്കെ ചിലപ്പോൾ ഒരു 40-40 വർഷം മുമ്പ് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എടാ, ഞാൻ 1500 രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്ന് പറഞ്ഞ് അന്ന് മുൻകൂർ ജാമ്യം എടുക്കാൻ 1500 രൂപ മതി. മുൻകൂർ ജാമ്യം എടുത്തിട്ട് നിന്നെ തട്ടിക്കളയുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എടാ, ഞാൻ 1500 രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് കേട്ടോ. ഒരു 10-35-40 വർഷം മുമ്പ് ഞാൻ കേട്ടുള്ള കാര്യം പറയുന്നത്. എന്നതുപോലെ തന്നെ 50 വെള്ളിക്കാശ് ഇല്ലാത്തവൻ ഈ പണിക്ക് പോയാൽ അകത്ത് കിടക്കേണ്ടി വരും. അകത്ത് കിടക്കേണ്ടി വരുമെന്ന് ഞാൻ കൂട്ടിച്ചേർത്തുന്നുള്ളൂ. അപ്പോൾ അവരൊരു തെറ്റ് ചെയ്തു പോയാൽ ഈ പിഴയടയ്ക്കുന്ന ഒരിക്കലും ലൈസൻസ് അല്ല. വണ്ടിയുടെ കേസിൽ ശരിയാ, ഒരു ദിവസം ഒരു പെറ്റി വരത്തുള്ളൂ. ഇന്ന് 200 രൂപ പെറ്റി അടച്ചു കഴിഞ്ഞാൽ നാളെ അന്ന് തന്നെ 24 മണിക്കൂറിനകം എതിരെ പോയി കറങ്ങിയാലും വീണ്ടും ഒരു പെറ്റി വരത്തില്ല. അത് ലൈസൻസ് അല്ലാതെ പിറ്റേ ദിവസം ചെയ്തേ വീണ്ടും പെറ്റി വരും. എന്ന് പറഞ്ഞാൽ ഈ 50 വെള്ളിക്കാശ് ലൈസൻസ് ഒന്നുമല്ല. അവൻ ചെയ്ത തെറ്റിൻ്റെ ഒരു ശിക്ഷയാണത്. എന്നിട്ട് എന്തറിയാവോ, അവളെ വിവാഹം കഴിച്ചോളണം. എന്നിട്ട് എന്നോട് പറയുക, എന്നോട് വിളിച്ച് സംശയം ചോദിച്ചാൽ സഹോദരൻ പറയുക, അപ്പോൾ 50 വെള്ളിക്കാശ് കൊടുത്താൽ പിന്നെ ജീവിതകാലം മുഴുവനും ബലാത്സംഗം ചെയ്യാം അല്ലേ? അതാണോ ഭാര്യയായിട്ട് കൊടുത്ത ഒരു സ്ത്രീയെ ആയിട്ട് ജീവിക്കുന്നത് ബലാത്സംഗം എന്നാണോ സഹോദരൻ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അന്നേരെയാണ് എന്നോട് പറഞ്ഞത് ഈ വീഡിയോ പബ്ലിക്കിലേക്ക് ഇടണമെന്ന് പറഞ്ഞത്.
അന്നേരം ആ സഹോദരനും കത്തിക്കേറിയത്. വേറെ ആരോ എന്തൊക്കെ ചോദിച്ചു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ അർത്ഥത്തിലാണ് എൻ്റെ അടുത്ത് അവതരിപ്പിച്ചത്. ആരാന്തെന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിക്കാനും പോയില്ല. പക്ഷെ ഒന്ന് പറയാം, ഇത് ആര് പഠിപ്പിച്ചതാണേലും 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും വിടർത്തി വെച്ചേച്ച് ദൈവമില്ലെന്ന് പറയാൻ ശ്രമിച്ചതുപോലുള്ള ഒരാളാണ് ഈ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് ഭാര്യയായി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയായി കൊടുത്തിരിക്കുന്നവെന്ന് പറഞ്ഞാൽ എന്തുവാ? കഞ്ഞിയും കറിയും വയ്ക്കാനോ തുണി ഇറക്കി കൊടുക്കാനോ? അത് അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ട് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ജീവിതം അവർ നയിക്കുമ്പോൾ ബലാത്സംഗമാകുന്നത് എങ്ങനെ സഹോദര? ഇങ്ങനെയൊക്കെയാണ് വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അവന് ഭാര്യയായി കൊടുത്തു. ജീവിതകാലം മുഴുവനും പറഞ്ഞിരിക്കുന്ന അവർക്ക് മരണം വരെ അവന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. മരണം വരെ അവന് ഭാര്യയായിരിക്കണം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന പോലെ പ്രവർത്തിക്കുന്നത് ബലാത്സംഗമാകുന്നത് എങ്ങനെയാണ് സഹോദര? ഇങ്ങനെയാണ് വചനം പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് വചനം പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് വചനം വ്യാഖ്യാനിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു അംഗൻവാടിയിലെ പിള്ളേർക്ക് പോലും മലയാളം വായിക്കാൻ അറിയാമെങ്കിൽ തലമണ്ടയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന അത്രയ്ക്ക് സിമ്പിളായിട്ടല്ലേ വേദവചനം എഴുതിയിരിക്കുന്നത്. ഇത്രയ്ക്കും മനുഷ്യനോട് നീതി കൽപ്പിച്ചിട്ടുള്ള, തെറ്റുകാരനെ ഒരിക്കലും നീതീകരിക്കാതെ തെറ്റുകാരന് തക്ക ശിക്ഷയും കൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അതുപോലെ തെറ്റ് ചെയ്യാത്തവരെ നിഷ്പക്ഷമായി അവരെ സംരക്ഷിക്കുന്ന നീതി, ഇതുപോലൊരു നീതി ന്യായ കോടതി വേറെ ഏതോ ഉള്ളത്. ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ, അവൾക്ക് രക്ഷപ്പെടാൻ പഴുതില്ലായിരുന്നോ? നിലവിളിച്ചിട്ട് കാര്യമില്ല, അവൾ കുതിറിയോടാനുള്ള ആരോഗ്യമില്ല, അവൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളൊക്കെ ആണെങ്കിൽ അവൾക്ക് വരെ സമ്മതം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവളെ പഴിക്കുകയല്ലേ? നീതിമാനായ ദൈവം പറയുക, അവളുടെ മനസ്സിൽ സത്യസന്ധതയുണ്ടായിരുന്നു, അതുകൊണ്ട് അവളെ ശിക്ഷിക്കരുത്. അവനാ തെറ്റ് ചെയ്ത് അവനെ ശിക്ഷിക്കണം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 10 അടി അവൻ്റെ കൊടുക്കുമ്പോൾ ഒരു 3 അടിയെങ്കിലും ഇവക്കിട്ട് കൊടുക്കാൻ പറയും. പക്ഷെ അത്രയ്ക്കും നീതിയോടെ ന്യായം വിധിച്ച യഹോവയെന്ന ദൈവമല്ലാതെ വേറെ ഏത് ദൈവമാണ് ഉള്ളത്? ഇത്രയ്ക്കും ശ്രേഷ്ഠമായ നീതി ന്യായം നടത്തുന്ന നിയമം വേറെ ഏതാണുള്ളത്? അതുകൊണ്ട് തന്നെ പറയുന്നു, എൻ്റെ ശ്രോതാക്കളോട് പറയുന്നു, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ രസിച്ചു കൊള്ളുക. അതൊരിക്കലും ഒരു അനീതിക്കും കൂട്ടുനിൽക്കുന്ന പ്രമാണമല്ല, ഒരു നീതിമാനെയും കുറ്റം വിധിക്കുന്ന പ്രമാണമല്ല. അത്രയ്ക്ക് ഉന്നതമായ ഉത്തമമായ പ്രമാണം തന്ന യഹോവയ്ക്ക് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പുതിയൊരു ചിന്തയുമായി കൂടി കാണാം, വേറിട്ട ചിന്തയും.